കുളിക്കടവിലെ ഫോട്ടോഷൂട്ട് അറിഞ്ഞോണ്ട് ചെയ്തതാ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു കൊച്ചു തോട, അതുപോലെ തന്നെ അങ്ങനത്തെ കനാല്, അതൊക്കെ കണ്ട് വെള്ളം നമുക്ക് പണ്ടേ വീക്ക്നെസ്സാ. വെള്ളം കണ്ട നമുക്ക് ചാടണം, ചാടിയില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനമില്ല. അല്ല, പക്ഷെ ആ ഫോട്ടോഷൂട്ടിന്റെ കോൺസെപ്റ്റ് അങ്ങനെ ചെയ്യുമ്പോ അത് ഇങ്ങനെ തരത്തില് എല്ലാവരും വിവാദമാവുമെന്നും തെരുവിൽ കിട്ടിയിട്ടുള്ള ആളാണ്, തെരുവിൽ വീണ്ടും കിട്ടുമെന്നൊക്കെ അറിയാലോ. പിന്നെ അപ്പൊ അതൊരു അറ്റൻഷൻ സീക്കിംഗ്. സാധാരണ ഫോട്ടോ ഇടുമ്പോഴത്തേനും റീച്ചില്ല, നമുക്ക് റീച്ചാണ് വേണ്ടത്. അപ്പൊ റീച്ചിന് വേണ്ടി ചെയ്തതാണ്. തെരുവിലേക്ക് ആവാം, തെരുവിളി ആവാൻ കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ സ്റ്റാൻഡേർഡ് അവർ കാണിക്കുന്നു. അത് അടുത്ത് ഹോട്ട് നായിക ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പൊ മറ്റൊരു തരത്തിലുള്ള തെരുവിളിയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെങ്ങനെയാണ് ആള് ഞങ്ങളെ പോലെ തന്നെ, ആള് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ വിതയ്ക്കുന്നതും. അല്ലാതെ ആൾക്കും ഇത്തരം വർക്കം സിനിമ ഒന്ന് തിയേറ്ററിൽ വരുന്ന ആൾക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ആൾക്കറിയാം, ആളിരുന്ന ആൾ നല്ല രീതിയിൽ പടം പിടിച്ചാൽ പോലും ആൾക്കറിയാം ആളിന്റെ പടം സ്റ്റൈല് മാറിയല്ലോ കാണുക. പക്ഷെ ആൾക്ക് പറയാം, ആള് ഞാൻ ഈ സ്റ്റൈലിൽ പിടിച്ചാൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ. അതുകൊണ്ട് ആൾ ആ മിതൽ പിടിക്കും, ആൾക്കത് ഇവിടെ കിട്ടുകയും ചെയ്യും. അത് ആ സാധനം വിറ്റുപോയി. ഇപ്പൊ തന്നെ ആൾക്കാർ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക പടത്തിന്, പടം റിലീസ് ചെയ്യാൻ വേണ്ടി. പ്ലാറ്റ്ഫോം റെഡി ആയിരിക്കും ഓൾറെഡി. അല്ല, OTT-ലാണോ അതേ സന്തോഷ് പണ്ഡിറ്റിന്റെ ഇതിൽ തന്നെ? OTT റെഡി ആയിട്ടുണ്ട്. തിയേറ്റർ ആള് ട്രൈ ചെയ്യുന്നുണ്ട് തൽക്കാലം. പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്കിലൊക്കെ ക്ലിപ്പ് ഇങ്ങനെ മുറിച്ചിടാറുണ്ട് സിനിമകളിൽ. ഈ സിനിമയുടെ അധികം വിട്ടിട്ടില്ല, ഒരു 2 ക്ലിപ്പ് അങ്ങനെ വന്നിട്ടുള്ളൂ, അധികം വിട്ടിട്ടില്ല. ഇതില് പാട്ടുകളൊക്കെ എങ്ങനെയാ? കൊള്ളാം, അടിപൊളി പാട്ടുകളായിരുന്നു. ഇപ്പൊ ഇറങ്ങിയ പോലത്തെ സിനിമയല്ല ഇത് അതൊക്കെ മേലെ പോകുന്ന ഒരു സംഭവമാണ്. നല്ല സ്റ്റോറിയാണ് മെയിൻ ആയിട്ട്. എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ പറയാൻ പറ്റുന്ന സ്റ്റോറി എങ്ങനെ പറയാൻ പറ്റിയ, എന്താ പറയാ, ഒരു അമ്മയും മോളും തമ്മിലുള്ള ഫൈറ്റ്. ആള് എല്ലാ പടത്തിലും ആൾക്ക് ഹൈപ്പ് കൊടുക്കുമെങ്കിൽ ഈ പടത്തിൽ ആൾക്ക് ഹൈപ്പ് കൊടുത്തിട്ടില്ല. ഇത് മൊത്തം ഈ അമ്മയും മോളുമാണ് ഇതിന്റെ ക്യാരക്ടർ മൊത്തം. പുള്ളി അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ, ചെറിയ ചെറിയ സാധനങ്ങൾ. ബാക്കി സ്റ്റോറി നായകനെങ്കിൽ പോലും അമ്മയുടെ മോളുടെ നായകന് പുള്ളിയാണ്. അതാണ് അതിന്റെ ത്രെഡ്. പക്ഷെ അത് ആണെങ്കിൽ പോലും പുള്ളിക്ക് ഹൈപ്പില്ല. ഈ അമ്മയും മോളുമാണ് ഈ സ്റ്റോറി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. പുള്ളി അവിടെ ചെന്നേയും പറയും, എന്തെങ്കിലും ഐഡിയ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഡയലോഗ് തന്നിട്ട് നമ്മളോട് പറയും, നിമിഷ നിനക്ക് എന്തെങ്കിലും ഡയലോഗ് ഐഡിയ നിനക്ക് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുത്തിടാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, സാറേ ഇങ്ങനെ ഒരു സംഭവം കേട്ടാൽ നല്ലത്. ഓക്കെ, അതപ്പം എഴുതും, അതപ്പം തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഡയലോഗ് ഇല്ല എന്നും പറഞ്ഞ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആർക്കും പോകേണ്ടി വരത്തില്ല. ഡയലോഗ് പറഞ്ഞ് മരിച്ചിട്ട് എല്ലാവർക്കും പോകേണ്ടി വരത്തില്ല. അതിനകത്ത് അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ആരാധകരൊക്കെ നേരിട്ട് മുമ്പിലേക്ക് വരുന്ന ഒരു അവസ്ഥ. ഓ എന്റെ പൊന്നല്ലേ, ഒന്നും പറയണ്ട, ഭയങ്കര സെൽഫി എടുക്കലൊക്കെ. നല്ല സപ്പോർട്ടാണ്. ഒരു ഷൂട്ടിന്റെ ഇപ്പൊ ഞാനൊരു ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഹായിഷേട്ടന്റെ വൈഫായിട്ടാണ്. അത് സിനിമയുടെ പേരെന്തായിരുന്നു? സണ്ണി ഡേയ്സ് എന്ന മൂവി. അപ്പൊ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയില് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അതൊരു അഭിനയിക്കാൻ വേണ്ടി ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടൊരു ചേച്ചി തന്നെയാ. അപ്പൊ നെഗറ്റീവ് കണ്ടിട്ടപ്പോ ഞാൻ നേരിട്ട് കണ്ടെന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി എന്നോട് നേരിട്ട് പറയാ, നിമിഷ ഞാൻ നിനക്ക് ഇതുവരെ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്ത ഒരാളാന്ന്. ആ പോസ്റ്റ് വരെ എന്റെ അടുത്ത്